നമസ്കാരം. കലകേവധം കഥകളിയുടെ മൂന്നാമത്തെയും നാലാമത്തെയും രംഗത്തിൻ്റെ അരങ്ങ് അവതരണത്തെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ രണ്ടാം രംഗത്തെക്കുറിച്ചിട്ടുള്ള വിശദീകരണമാണ് നൽകിയത്. അപ്പോൾ ഈ മൂന്നാം രംഗം തുടങ്ങുന്നത് പാശുപതാസ്ത്രം നേടി ഭൂമിയിൽ അല്ലെങ്കിൽ കൈലാസത്തിൻ്റെ താഴ്വരയിൽ ഇരിക്കുന്ന അർജുനനെ ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരം ഇന്ദ്രസാരഥിയായ മാതലി ചെന്ന് കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് മൂന്നാം രംഗത്തിൽ. അതിനുശേഷമുള്ള നാലാം രംഗത്തിൽ ഇന്ദ്രൻ്റെ സഭയിൽ ഇന്ദ്രനെ കണ്ട് സംഭാഷണം നടത്തിയ ശേഷം അമ്മയായ ശചീദേവിയെ, ഇന്ദ്രാണിയെ കാണുവാൻ വേണ്ടി ഇന്ദ്രാണിയുടെ അന്തഃപുരത്തിൽ അർജുനനെത്തുന്നതും ഇന്ദ്രാണിയുമായുള്ള സംഭാഷണവും അതിനുശേഷം സ്വർഗം നടന്നു കാണുന്ന ഭാഗം വിസ്തരിക്കുന്ന സ്വർഗവർണ്ണനയുമാണ് നാലാം രംഗത്തിലുള്ളത്. അപ്പോൾ രണ്ടാം രംഗത്തിൽ മാതലിയോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറയുന്ന അർജുനൻ ഇന്ദ്രസഭയായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് മൂന്നാം രംഗം തുടങ്ങുന്നത്. അതിൽ സഭാം പ്രവേശ്യാധ എന്ന് തുടങ്ങുന്ന തോടി രാഗത്തിലുള്ള ഒരു ശ്ലോകത്തോടു കൂടിയാണ് മൂന്നാമത്തെ രംഗം തുടങ്ങുന്നത്. ജനകതവ ദർശനാൽ എന്ന് തുടങ്ങുന്ന ഒരു പദമാണ് അതിനുശേഷം വരുന്നത്. അതും ഒരു പതിഞ്ഞ പദമാണ്. അടന്ത 56 തന്നെയുള്ള ഒരു പതിഞ്ഞ പദമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ രംഗത്തിൽ നമ്മൾ കണ്ട സലജോഹം അതുപോലെ തന്നെ പതിഞ്ഞ അടന്തയിലുള്ള ഒരു പദമാണ്. ഇവിടെയും പതിഞ്ഞ അടന്ത തന്നെയാണ്. അടന്ത 56 എന്ന് പറയുന്നത് പതിഞ്ഞ അടന്തയിലാണ് ഈ പതിഞ്ഞ പദം വരുന്നത്. എന്നാൽ ഈ പതിഞ്ഞ പദം അച്ഛനോടുള്ള ഭക്തി, സ്നേഹം, ബഹുമാനം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ്. സാധാരണ പറഞ്ഞ പദങ്ങൾ ശൃംഗാരപദങ്ങളോ മറ്റോ ഒക്കെ ആകുമ്പോൾ സരജോഹം അങ്ങനെയല്ല. സരജോഹം വീരമാണെങ്കിൽ ഇവിടെ ഭക്തി, സ്നേഹം, ഇതൊക്കെ ബഹുമാനം ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദമാണ് ജനകതവ ദർശനാൽ എന്ന് പറയുന്ന പദങ്ങൾ. അപ്പോൾ സഭാം പ്രവേശ്യാധ എന്ന ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ തിരശ്ശീല നീക്കുമ്പോൾ വലതുവശത്ത് ഇന്ദ്രൻ പീഠത്തിൽ, വലതുവശത്ത് മുൻഭാഗത്തായിട്ട് ഇന്ദ്രൻ പീഠത്തിൽ മാന്യസ്ഥാനത്തിരിക്കുന്നു. ഒരു കിടതകതീന്താം കൊണ്ട് മാതലി പ്രവേശിച്ച് ഇതാ അർജുനൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നിഷ്ക്രമിക്കുന്നു. അവിടെ ഈ രംഗത്ത് മാതലിക്ക് അത്രയും മാത്രമേ ചെയ്യാനുള്ളൂ. ഇതാ അർജുനൻ വന്നിരിക്കുന്നു എന്ന് ഇന്ദ്രനോട് പറഞ്ഞ് മാതലി നിഷ്ക്രമിക്കുമ്പോൾ അർജുനൻ പ്രവേശിക്കുന്നു. അവിടെ മുതൽ 3 കിടതകതീന്താം കൊണ്ടാണ് അർജുനൻ്റെ പ്രവേശം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കിടതകതീന്താം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മേളഖണ്ഡമാണ്. അത് സാധാരണ നമ്മുടെ ഒരു കഥകളിയിൽ കൂടുതലും താളവട്ടങ്ങളും അങ്ങനെ ചാക്രികമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇതൊരു രേഖീയമായിട്ടുള്ള ഒരു മേളഖണ്ഡമാണ്. ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്ന ഒരു മേളഖണ്ഡമാണ്. അത് 5 തരത്തിലുണ്ട്. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. 5 തരത്തിലുണ്ട്. പതിഞ്ഞ കിടതകതീന്താം, പിന്നീട് അതിനേക്കാൾ മുറുകിയ കാലത്തിലുള്ള മറ്റ് 4 തരത്തിൽ, അങ്ങനെ മൊത്തം 5 തരത്തിലുള്ള കിടതകതീന്താമുണ്ട്. അതിൽ ആദ്യത്തെ പതിഞ്ഞ കിടതകതീന്താം ഒരു പ്രത്യേക ഒരു താളഘടനയാണെങ്കിൽ, ഒരു മേളഘടനയാണെങ്കിൽ അതിനുശേഷമുള്ള 3 കിടതകതീന്താം ഏതാണ്ട് ഒരേ രൂപമാണെങ്കിലും അതിൻ്റെ വേഗത്തിലാണ് പ്രധാനമായും വ്യത്യാസം വരുന്നത്. പിന്നെ 5ാമത്തേത് അതുപോലെ തന്നെ മറ്റൊരു രൂപമാണുള്ളത്. അപ്പോൾ ഇവിടെ മാതലി ഇതാ അർജുനൻ വന്നിരിക്കുന്നു എന്ന് മാത്രം പറയേണ്ടതുകൊണ്ട് വളരെ ചെറിയ ഒരു സമയദൈർഘ്യം മതി. അതുകൊണ്ട് തന്നെ സാധാരണ മട്ടിലുള്ള പതിഞ്ഞതല്ലാത്ത ഒരു കിടതകതീന്താമോടുകൂടിയാണ്
മാതുലി പ്രവേശിക്കുന്നതും ഈ കാര്യം പറയുന്നതും നിഷ്ക്രമിക്കുന്നതും. ഈ നിഷ്ക്രമണം വരെയുള്ള കാര്യം ആ ഒരു കിടതവീന്താമിൽ തീരും. അതിനുശേഷം അർജുനൻ്റെ പ്രവേശമാണ്. അർജുനൻ പ്രവേശിക്കുന്നത് പതിഞ്ഞ കിടതവീന്താമോടുകൂടിയാണ് തുടക്കം. പിന്നീട് രണ്ട് അതല്ല പതിഞ്ഞതല്ലാതെയുള്ള രണ്ട് കിടതവീന്താം കൂടി വരുന്നുണ്ട്. ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ് അർജുനൻ ഇവിടെ സാധിച്ചിരിക്കുന്നത്. ഉടലോടുകൂടി തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക, മാത്രമല്ല തൻ്റെ അച്ഛനായ ദേവേന്ദ്രനെ കാണാൻ കഴിയുക, സ്വർഗം കാണാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും അത്ഭുതവും ഒക്കെ അർജുനൻ്റെ ഈ പ്രവേശത്തിൽ, രോമാഞ്ചവും ഹർഷവും ഒക്കെ ഈ പ്രവേശത്തിൽ പല ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു പതിഞ്ഞ കിടതവീന്താം, ആദ്യത്തെ പതിഞ്ഞ കിടതവീന്താമിൽ അർജുനൻ തനിക്ക് ഈ സുധർമ്മയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഭക്തി രസത്തോടുകൂടി, ഭക്തി എന്ന് പറയുമ്പോൾ അച്ഛനെ കാണാൻ പോകുന്ന ഭക്തി ബഹുമാനം ഒക്കെ ഉള്ള ഒരു ഭാവത്തോടുകൂടി തനിക്കിവിടെ എത്തുവാൻ കഴിഞ്ഞതിലുള്ള കൃതാർത്ഥത പ്രകടിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ മനുഷ്യന് സാധാരണ സാധ്യമല്ലാത്ത ഈ ഒരു സുധർമ്മയിൽ, ദേവസഭയിൽ എത്തുവാൻ കഴിഞ്ഞതിലുള്ള ഒരു കൃതാർത്ഥതയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അർജുനൻ പ്രവേശിക്കുന്നത്. പ്രവേശിച്ച ഉടൻ തന്നെ അവിടെ ഇരിക്കുന്ന ദേവന്മാരെ കാണുന്നതായിട്ട് നടിച്ച് അത്ഭുതവും ഭക്തിയോടും കൂടി അവരെ കണ്ട് അവരോട് ഞാൻ അകത്തേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന്, അത് മുദ്രയോടുകൂടിയല്ല, മുഖം കൊണ്ട് അനുവാദം മേടിച്ചിട്ട് പിന്നീട് അവിടെ ഇടതുവശത്തിരിക്കുന്ന ദേവർഷികളെ കണ്ട് ഭയഭക്തികളോടുകൂടി അവരോടും വന്ദിച്ച് ഞാൻ അകത്തേക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന്, അത് വില്ല് പിടിച്ചിരിക്കുന്ന കൈ വില്ലോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്പിരിക്കുന്ന കൈ നിവർത്തിയിട്ട് അങ്ങനെയാണ് അവരോട് അനുവാദം ചോദിച്ച് അകത്തേക്ക് കയറുന്നത്. അടുത്ത കിടതവീന്താമിൽ, അത് പതിഞ്ഞതല്ല, ചെറിയ ഒരു കിടതവീന്താമിൽ തനിക്ക് ലഭിച്ച മഹാഭാഗ്യമോർത്ത് അർജുനൻ രോമാഞ്ചത്തോടുകൂടി വലതുവശത്തിരിക്കുന്ന ഇന്ദ്രനെ കാണുന്നു. ഇനി അടുത്ത അർജുനൻ്റെ മൂന്നാമത്തെ കിടതവീന്താം, ഈ രംഗത്തെ നാലാമത്തെ കിടതവീന്താമിൽ അർജുനൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് വില്ലും അമ്പും കൊണ്ട് തലയ്ക്ക് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് തൊഴുത് കുമ്പിട്ട് പുറകിലേക്ക് മാറുന്നതോടുകൂടി പദം ആരംഭിക്കുന്നു. ജനക തവ ദർശനാൽ എന്നുള്ള പദം. അത് തോടിരാഗത്തിൽ പതിഞ്ഞ അടന്തയിലാണ്, അതായത് അടന്താമ്പത്താളിലാണ്. സാധാരണ പതിഞ്ഞ പദങ്ങൾക്ക് ആദ്യത്തെ അടന്തയിലാണെങ്കിൽ ആദ്യത്തെ 2 താളവട്ടം നോക്കിക്കാണലാണ്. ശൃംഗാരപദങ്ങളിലാണെങ്കിൽ ഇടതുവശത്ത് നിൽക്കുന്ന നായികയെ നോക്കിക്കാണുകയാണ്. അത് ഈ വിഭാവ പ്രതിഷ്ഠയാണ് നടത്തുന്നത്. ആരോടാണോ പദമാടാൻ പോകുന്നത് അവരോടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികാരം അല്ലെങ്കിൽ തോന്നലൊക്കെ ഉറപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നായികയുടെ മുന്നിലേക്കല്ല പ്രവേശിക്കുന്നത്, ഒരു ശൃംഗാരപദവുമല്ല എന്നുള്ളത് കൊണ്ട് നോക്കിക്കാണലിന് പകരം ഒരു ഒരു കുമ്പിടലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ശിരസ് മുതൽ താഴേക്ക് നോക്കിക്കണ്ട് തിരിച്ച് മുഖത്ത് എത്തി നിൽക്കുന്നതാണ് നോക്കിക്കാണലിൻ്റെ രീതി. ചെമ്പടയിലാണെങ്കിൽ സാധാരണ 4 താളവട്ടവും അടന്തയിലാണെങ്കിൽ അത് 2 താളവട്ടവുമാണ് പതിവ്. ഇവിടെയും അടന്തയിലായതുകൊണ്ട് 2 താളവട്ടമാണ്. പക്ഷേ നോക്കിക്കാണലിന് പകരം കുമ്പിടലാണ്. അത് പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ സാധാരണ വില്ലും അമ്പും ഒക്കെ പിടിച്ച് ഇന്ദ്രൻ്റെ മുന്നിലേക്ക് ചെന്ന് കുമ്പിട്ട് മാറി നിന്നിട്ടാണ്
ജനകദർശനാൽ വില്ലും അമ്പും മുമ്പിൽ രണ്ടാമത്തെ താളവട്ടം തീരുന്നതോടുകൂടി ആ കുമ്പടൽ പൂർത്തിയാക്കി വില്ലും അമ്പും മുന്നിലേക്ക് നിലത്ത് വെച്ചിട്ട് അർജുനൻ ജനകദർശനാൽ എന്ന പദം ആരംഭിക്കും. പദം സാധാരണ കോട്ടയത്തമ്പുരാൻ്റെ രീതി തന്നെയാണ്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ പദങ്ങളിൽ ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ പ്രധാനമായും പറയുന്നത് ജനകതവ ദർശനാൽ ഇന്ന് മമ ജനനം സഫലമായി, എൻ്റെ അങ്ങയെ കണ്ടതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി പറയുന്നത് ദുര്യോധനാദികളുടെ ഈ ചതിയെക്കുറിച്ചാണ്. അത് പാണ്ഡവർ ഏത് നാല് കഥ എടുത്താലും ഈ ദുര്യോധനാദികളുടെ ചതിയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പരാമർശം വരുന്നുണ്ട്. പിന്നെ ധർമ്മപുത്രരായാലും ശ്രീകൃഷ്ണനോട് പറയുന്ന പദത്തിൽ, ഭീമൻ്റെ താമസകുലകരക എന്നുള്ള പദത്തിലൊക്കെ ഈ ഒരു പ്രയോഗം കുടിലതയകതാരിൽ, അതിവിടെ അങ്ങനെയാണ് വരുന്നത്. കുടിലതയകതാരിൽ തടവീടും അരി പടലങ്ങളെയൊക്കവേ ഒടുക്കുവാൻ അടിമലർ തൊഴുതീടും അടിയനെ അടിയനിൽ പടുതയുണ്ടാകാൻ അനുഗ്രഹിച്ചിടണം എന്നാണ് പറയുന്നത്. കുടിലത അവിടെ ഒരു വ്യത്യാസം വരുന്നത് പതിഞ്ഞ അടന്തയിൽ തുടങ്ങി ജനകദർശനാൽ മമ ജനനം സഫലമായി എന്ന് അത് പതിഞ്ഞതിലാണെങ്കിൽ കുടിലതയകതാരിൽ എന്ന് പറയുമ്പോൾ കാലം കയറി അടന്ത 28ലേക്ക്, അത് ആ ഒരു ദേഷ്യത്തോടുകൂടി ദുര്യോധനാദികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ദേഷ്യം പ്രകടമാക്കാൻ വേണ്ടി കൂടിയാണ് ആ കാലമൊന്ന് കയറ്റിയിട്ട് അത് ആ ഭാഗം മാത്രം. അതിനൊരു ഭംഗി എന്ന് പറയുന്നത് അത് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പറയാം. അപ്പോൾ അവിടെ പറയുന്നത് കുടിലതയകതാരിൽ തടവീടും അരിപടലങ്ങളെയൊക്കവേ ഒടുക്കുവാൻ അടിമലർ തൊഴുതീടും അടിയനെ പടുതയുണ്ടാകാൻ അനുഗ്രഹിച്ചിടണം. തനിക്ക് ഇങ്ങനെയുള്ള ശത്രുക്കളെ, കുടിലത മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ വേണ്ടി അങ്ങയുടെ കാൽക്കൽ നമസ്കരിക്കുന്ന എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടാകുവാൻ, അതിനുള്ള കഴിവുണ്ടാകുവാൻ അനുഗ്രഹിച്ചിടണം എന്നാണ് അർജുനൻ പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ കുടിലതയകതാരിൽ തുടങ്ങുമ്പോൾ കാലമൊന്ന് കയറിയിട്ട് അടിമലർ തൊഴുതിയിടും ആ ഭാഗത്തെത്തുമ്പോഴത്തേക്ക് വീണ്ടും കാലം താത്ത് ആ ഭക്തിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട്, നേരത്തെ ആ രൗദ്രത്തിലേക്ക് കയറിയിട്ട് ഭക്തിയിലേക്ക് തിരിച്ചു വന്നിട്ട് ആ കാലം വീണ്ടും താന്ന് അടന്ത 56ലേക്ക് വരുന്ന ആ കാലം താഴുന്ന ഭാഗം അതിമനോഹരമാണ്. അത് കേട്ടും തന്നെ അറിയണം. അപ്പം അത്രയേ ഉള്ളൂ വരുന്നത്. അങ്ങനെ സാമർഥ്യമുണ്ടാകുവാൻ തന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് തീരുന്ന അവിടെ ഒരു ഇരട്ടിയുണ്ട്. 5 താളവട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ. അടന്ത 15 പദങ്ങൾക്ക് 15 ഇരട്ടി 5 താളവട്ടമാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഇരട്ടിയാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല എങ്കിലും നമ്മൾ സാധാരണ കല്ലുവഴി സമ്പ്രദായത്തിൽ കാണാത്ത ചില മൂവ്മെൻറ്റുകൾ തെക്കൻ സമ്പ്രദായത്തിൽ പലപ്പോഴും കാണുന്ന എനിക്ക് തോന്നിയിട്ടുള്ള തെറ്റി നീക്കുക എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ അതിനടുത്തോട്ടൊക്കെ വരുന്ന ചില മൂവ്മെൻറ്റുകൾ ഇവിടെ കാണാം. ഏതായാലും പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 15 ഇരട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇരട്ടിയോടുകൂടി ആ പദം അവിടെ സമാപിക്കുന്നു. അവിടെ ഒരു ഇടശ്ലോകമാണ് പിന്നീട് വരുന്നത്. പാർശ്വവർത്തീനമതീവ എന്ന് തുടങ്ങുന്ന ഒരു ഇടശ്ലോകം. തൻ്റെ വീരനായ മകനെ കണ്ട അർജുനന് തൻ്റെ അർത്ഥാസനം നൽകി, തൻ്റെ സിംഹാസനത്തിൽ ഒരു ഭാഗം നൽകി അവിടെ ഇരുത്തുന്ന ഒരു രംഗമാണ്. ഇത് നമ്മൾ ഭാരതത്തിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അർത്ഥാസനം നൽകി
അർജുനനെ ബഹുമാനിക്കുന്നു എന്ന് തന്നെ പറയാം. ബഹുമാനിക്കുന്ന ഒരു ഇന്ദ്രൻ സ്വന്തം ഇരിപ്പിടത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുനൻ. അതായത് തനിക്ക് സമനായി എന്നുള്ള ഒരു സൂചനയാണ് അവിടെ ഇന്ദ്രൻ നൽകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ശ്ലോകം കുറച്ച് രസമാണ്. മകനായ ജയന്തൻ അസൂയയുണ്ടാക്കുമാറ് ഇന്ദ്രൻ അർജുനന് അർത്ഥാസനം നൽകി. അപ്പോൾ ആ സമയത്ത് ആ ഭാഗത്തെത്തുമ്പോൾ അർജുനെ അടുത്തിരുത്തുന്നതായിട്ട് കാണിച്ച് അതിനുശേഷം അർജുനൻ എഴുന്നേറ്റ് നിൽക്കുന്നതോടുകൂടി ഇന്ദ്രൻ്റെ മറുപടി പദം ആരംഭിക്കും. മറുപടി പദം തനയ ധനഞ്ജയ ജീവ ചിരകാലം എന്ന് തുടങ്ങുന്ന സാധാരണ ഒരു വളരെ എല്ലാ ചരണങ്ങളൊന്നും എടുക്കാറില്ല. കാരണം ഈ അവതരിപ്പിച്ച് വരുമ്പോൾ ഈ മാതലേ നിശമയ തൊട്ട് ഭൗതിക നിയോഗമായാലും അത് തന്നെ നമ്മൾ ഇടമട്ടെന്നൊക്കെ പറയുമ്പോഴും കാലം താന്നു തന്നെയാണ് ഇരുന്നത്. ഭൗതിക നിയോഗം, തേര് കൂട്ടിക്കെട്ടൽ, അത് കഴിഞ്ഞിട്ട് സലജ്ജോഹം പതിഞ്ഞപദം, അത് കഴിഞ്ഞിട്ട് ജനകദർശന എന്നുള്ള പതിഞ്ഞപദവും കഴിഞ്ഞ് വരുന്ന ഒരു മറുപടി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ചരണങ്ങളൊന്നും തന്നെ അങ്ങനെ എടുക്കാറില്ല. തനയ ധനഞ്ജയ ജീവചിരകാലം വിനയാദി ഗുണ നിലയ എന്ന് ഒരു പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു 2 വരി മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം ചെറിയ ഒരു ആട്ടമാണ് അവിടെ. അർജുനൻ ഇന്ദ്രനെ കെട്ടിച്ചാടി കുമ്പിട്ട് എൻ്റെ മുൻജന്മ സുഹൃതം കൊണ്ടാണ് അങ്ങയെ കാണുവാനും വന്ദിക്കുവാനും, ഇതെല്ലാം ചിട്ടയായ ആട്ടങ്ങളാണ്, ഒരു വ്യത്യാസം ഇവിടെ ആരും വരുത്താറില്ല. അപ്പോൾ അങ്ങയെ കാണാനും വന്ദിക്കുവാനും അമ്മയായ ശചീദേവിയെ ഇന്ദ്രാണിയെ കാണുവാനും സ്വർഗം കാണുവാനും ഒക്കെ തനിക്ക് ഭാഗ്യമുണ്ടായത് തൻ്റെ മുൻജന്മ സുഹൃതം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇനി അമ്മയെയും അതിനുശേഷം സ്വർഗവും നടന്ന് കാണുവാൻ തനിക്ക് കൽപ്പന തരണം എന്നൊരു ചെറിയ ആട്ടം അർജുനൻ്റെ ഭാഗത്തു നിന്ന്. അതിന് മറുപടിയായിട്ട് നീ വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഇനി വേഗത്തിൽ ഇന്ദ്രാണിയെ പോയി കാണുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അർജുനനെ യാത്രയാക്കുന്നതോടുകൂടി ഈ രംഗം അവസാനിക്കണം. അങ്ങനെ മൂന്നാം രംഗം അവിടെ അവസാനിക്കുകയാണ്. ഈ മൂന്നാം രംഗത്തിന് ശേഷം 4ാം രംഗം അത് അടുത്ത ഒരു ചെറിയ വീഡിയോയിലൂടെ വ്യക്തമാക്കും. നമസ്കാരം.